238 ആളുകൾക്ക് ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ അത് 1:850 ആണ്. WHO കണക്ക് നോക്കുമ്പോൾ 1:1000 എങ്കിലും വേണമെന്ന്. അപ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിനേക്കാളും നല്ല പെർഫോമൻസ് ആണ് കേരളവും ഇന്ത്യയും ഈ കാര്യത്തിൽ. എന്നിട്ടും ആളുകൾ എന്തിനാ ഡോക്ടർ ആവാൻ വേണ്ടി ഇത്രയും റഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഒന്ന്, സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ ഉദാഹരണത്തിന് 10,000 ആളുകൾക്ക് ഒരു സൈക്കാട്രിസ്റ്റ് എങ്കിലും വേണമെന്നുള്ളിടത്ത് ഇന്ത്യയിൽ അത് 1,00,001 എന്ന നിലയ്ക്കുള്ളൂ. ഇപ്പൊ സർജന്, പീഡിയാട്രീഷ്യന്, ഓങ്കോളജിസ്റ്റ് ഇതിലൊക്കെ വലിയ ഷോർട്ടേജാണ് ഇന്ത്യയിലുള്ളത്. രണ്ടാമത്തെ, UK, US ഒക്കെ പോലുള്ള ഡെവലപ്ഡ് കൺട്രികളിൽ ഡോക്ടേഴ്സിന്റെ വലിയ ഷോർട്ടേജാണ്. അപ്പൊ നിങ്ങൾ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഡോക്ടറെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഷോർട്ടേജ് അവർ പരിഹരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിന്നുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പൊ മൈഗ്രേഷന് നല്ല പോസിബിലിറ്റിയാണ്. മൂന്നാമത്തത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഫണ്ടിങ് നോക്കുന്ന സമയത്ത് ഗ്ലോബലി 2ാം സ്ഥാനത്തിരിക്കുന്നത് ഹെൽത്ത് കെയർ മേഖലയാണ്. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ആളുകൾ ഇപ്പോഴും ഡോക്ടേഴ്സ് എന്നുള്ള പ്രൊഫഷന് ഭയങ്കര ഡിമാൻഡോടുകൂടി കാണുന്നത്.